ഹലോ ഫ്രണ്ട്സ്, ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് നൈറ്റി ഫ്രോക്കാണ്. കുറച്ച് ആൾക്കാരൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിന്. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കത് പഠിക്കാം. ഇത് ഫ്രീ സ്റ്റിച്ചിങ്ങിൻ്റെ 25ാമത്തെ ക്ലാസ്സാണ്. നമ്മൾ നൈറ്റിയാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നൈറ്റി ഫ്രോക്ക് രണ്ടെണ്ണം എനിക്ക് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. കണ്ടില്ലേ? അപ്പോൾ ഞാൻ ഈ ഒരു ബ്രൗൺ കളറിൻ്റെ അകത്ത് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരേ. ഈ നൈറ്റി ഫ്രോക്ക് നമ്മൾ നൈറ്റി മെറ്റീരിയലിൽ തന്നെ ചെയ്തെടുക്കുന്നതാണ്. 3 മീറ്റർ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു ഫ്രോക്കിൻ്റെ ഫുൾ ലെങ്ത്ത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത്, ഷോൾഡർ മുതൽ ആ ഒരു ഫ്രോക്ക് എത്ര നീളത്തിൽ വേണമെന്ന് നോക്കുക. 2 ഇഞ്ച് നിങ്ങൾ തയ്യൽ തുമ്പ് ചേർക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഫ്രോക്ക് 2 പാർട്ടായിട്ടാണ് വരുന്നത്. താഴെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ടത് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ മേലത്തെ പാർട്ട് 1, താഴത്തെ പാർട്ട് 2, അങ്ങനെയല്ലേ ഉണ്ടാവുന്നത്. എനിക്കിവിടെ തയ്യൽ തുമ്പും കൂട്ടിയിട്ട് 42 ഇഞ്ച് ലെങ്ത്താണ്, ഫുൾ ലെങ്ത്താണ് വരുന്നത്. അതിൽ നിന്ന് പ്ലീറ്റ്സിൻ്റെ ആ ഒരു തുണീൻ്റെ നീളം ഞാൻ കൊടുക്കുന്നത് 8 ഇഞ്ച് ലെങ്ത്താണ്. അപ്പോൾ 8 ഇഞ്ച് 42 മൈനസ് ചെയ്തിട്ട് ബാക്കിയാണ് ഞാൻ ഈ തുണി നിവർത്തി ഇട്ടെടുക്കുന്നത്, ഇങ്ങനെ എടുത്തു കൊടുക്കുന്നത്. ഞാനിതാ ഇടുന്ന തുണി നിവർത്തിയിട്ട് 34 ഇഞ്ചിയുടെ മാർക്ക് ചെയ്തിട്ട് ആ മാർക്ക് ചെയ്തതിൽ കൂടെ തുണി 2ആയി മടക്കാനാണ് പോകുന്നത്. കാരണം നമുക്കിപ്പോൾ ഒറ്റ ഭാഗത്തേക്ക് മാത്രമായിട്ടുള്ള തുണി ആയിട്ടുള്ളൂ, ബാക്ക് സൈഡിൽ കൂടെ നമുക്ക് വേണം. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ തുണി 2ആയി മടക്കി ഇട്ടിട്ട് തുണി വേസ്റ്റ് ചെയ്യാത്ത രീതിയിൽ 34 എടുത്ത് മാർക്ക് ചെയ്യണം. ഏത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഇതാ ഈ മാർക്ക് ചെയ്തിൻ്റെ അവിടെ ഞാൻ പിടിച്ചിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട്. ഇതാ ഇങ്ങനെ മടക്കി ഇട്ടിട്ടുണ്ട്. കറക്റ്റ് 34 ഇഞ്ച് ഉണ്ട് 2ആയി മടക്കിയിട്ട്. എന്നിട്ട് ബാക്കി വരുന്നതിന് അങ്ങ് കട്ട് ചെയ്ത് വെക്കാം. നമുക്ക് പ്ലീറ്റ്സിന് എടുക്കേണ്ടതാണത്. ഈ പ്ലീറ്റ്സിന് എടുക്കേണ്ട തുണിയൊക്കെ നമുക്ക് പയ്യെ മടക്കി കട്ട് ചെയ്തിട്ടൊക്കെ വെക്കാം. ഇപ്പം തൽക്കാലം അവിടെ മടക്കി വെച്ചേക്ക്. അപ്പം നമ്മൾ പ്ലീറ്റ്സ് വരെ വരുന്നതിൻ്റെ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഒക്കെ 34 ഇഞ്ച് വരുന്ന രീതിയിൽ 2ആയി മടക്കിയിട്ട് എടുത്ത് ഈ 2ആയി മടക്കിയിട്ട് അളന്ന് നോക്കുമ്പോൾ കറക്റ്റ് 34 വരുന്നുണ്ട്. ഒരു ലേശം വേണമെങ്കിൽ അധികമൊക്കെ നിങ്ങൾക്ക് എടുക്കാം. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല, തെറ്റാനൊന്നും പോകുന്നില്ല. നൈറ്റി ഫ്രോക്കിൽ എന്ത് സിമ്പിളാണ്, കണ്ടില്ലേ? കറക്റ്റ് ഞാൻ 34 ഇഞ്ചൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ നിവർത്തിയിട്ടിട്ട് എപ്പോഴും മടക്കി കൊടുക്കുന്ന പോലെ മടക്കി കൊടുക്കണം. എൻ്റെ ക്ലാസ്സുകളെല്ലാം കണ്ടവർക്ക് മനസ്സിലാകും എങ്ങനെയാണ് മടക്കാൻ പോകുന്നത്. നമ്മൾ ഇതേ രീതിയിൽ, നല്ല ഭാഗമല്ല മോശം ഭാഗം എടുക്കാം. നമുക്ക് മോശം ഭാഗത്തെ മാർക്ക് ചെയ്യേണ്ടത് ഇതേ രീതിയിൽ 2ആയി ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നാലല്ലേ ബാക്ക് പാർട്ട് ഫ്രണ്ട് പാർട്ട് നമുക്ക് സെപ്പറേറ്റ് ആക്കിയിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റുള്ളൂ. എന്നിട്ട് ഒന്നും കൂടെ നടുവിലേക്ക് കൂടെ മടക്കി കൊടുക്കുക. ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ആയി. നല്ല വൃത്തിക്ക് ഇങ്ങനെ എടുക്കുക. ഇപ്പം മനസ്സിലായല്ലോ എങ്ങനെ മടക്കി എന്നുള്ളതൊക്കെ. മടക്കിയതിൽ ഇത് മടക്ക് വരുന്ന ഭാഗമാണ്, ഇത് ഓപ്പൺ ആയിട്ടുള്ള ഭാഗം. നമ്മൾ ഈ ലെങ്തൊക്കെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. എനിക്കിവിടെ 13 ഫുൾ ഷോൾഡർ വേണ്ടത്. അപ്പോൾ ഞാൻ 13ൻ്റെ പകുതി 6.5 വരുന്നത്. 6.5 അല്ലേ? അപ്പോൾ ഞാൻ 6.5 മാർക്ക് ചെയ്യുന്നില്ല. 6 ഇഞ്ച് അല്ലെങ്കിൽ 6.25 അത്രയും നമുക്ക് മാർക്ക് ചെയ്യേണ്ടു. കാരണം ബാക്ക് നെക്ക് ലെങ്ത് 2.5 ഇഞ്ചിലും കൂടുതലാണ്, 4 വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 4 ലെങ്ത്തും കൊടുത്ത് ഫുൾ ഷോൾഡറിൻ്റെ പകുതിയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഷോൾഡർ ലൂസായി പോകുന്ന പ്രശ്നം വരും. ഇനി ഇത് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ സ്റ്റിച്ചിങ് ക്ലാസ് 8 നോക്കിയാൽ മതി കേട്ടോ, എൻ്റെ ചാനലിൽ തന്നെ. ഇപ്പം ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഒന്നും കൂടെ നോക്കിക്കോ. 6 ഇഞ്ചിൽ ഇങ്ങനെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തു. താഴോട്ട് ആം ഹോൾ ലൈനായിട്ട് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തത് 6.25 മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 6 തന്നെ എടുത്ത് മാർക്ക് ചെയ്ത് കൊടുത്താലും മതി. എനിക്ക് ലേശം ലൂസിൽ കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്കിനി ആം ഹോൾ റൗണ്ട് അളവിൻ്റെ പകുതി കൂടെ ചെക്ക് ചെയ്ത് നോക്കണം. ചെസ്റ്റ് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ, എന്നാലേ നമുക്ക് ആം ഹോൾ റൗണ്ട് ടൈറ്റ് ആയി പോയോ ഇല്ലയോ എന്നൊക്കെ മനസ്സിലാകണ്ടേ. ഇനി ചെസ്റ്റിൻ്റെ 4/1 1/4 ഇഞ്ച് ലൂസും എടുത്ത് മാർക്ക് ചെയ്യുക. നിങ്ങളെ ചെസ്റ്റിൻ്റെ 4/1 1/4 ഇഞ്ച് ലൂസും എടുക്കുക. എനിക്കിവിടെ 38 ചെസ്റ്റ്, 38 ഹരിക്കണം 4 9.5 പ്ലസ് 1/4 ഇഞ്ച് 9.25 ഇങ്ങനെ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ടാകുമ്പോൾ നമുക്ക് ഈ ഒരു കോർണറിൽ നിന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ നമുക്ക് ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ആം ഹോള് വരച്ചു കൊടുക്കാം. കണ്ടില്ലേ? എനിക്ക് ആം ഹോൾ റൗണ്ട് 16 വരുന്നുണ്ട്. ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിയുടെ വിട്ടിട്ട് 16ൻ്റെ പകുതി 8 വരുന്നുണ്ടോ എന്നാണ് നോക്കാൻ പോകുന്നത്. എനിക്ക് കുറച്ച് ലൂസിൽ വേണം നോക്കാം. നമുക്ക് 7 8
8 കണ്ടില്ലേ 8.5 കിട്ടുന്നുണ്ട്. എനിക്ക് 8.5 കിട്ടിയിട്ടുണ്ട്. കുറച്ച് ലൂസിൽ വേണ്ടതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കറക്റ്റായി. ഇനി വേസ്റ്റും ബെസ്റ്റൊക്കെ മാർക്ക് ചെയ്യണം. ഇവിടെ ചെസ്റ്റും ബെസ്റ്റും സെയിം ആണ്. ഇവിടെ വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത് ഷോൾഡർ മുതൽ എവിടെയാണ് നമ്മളെ ബോഡിയിൽ ആ ഒരു വേസ്റ്റിൻ്റെ ഇത് വരുന്നത് അത് ഏകദേശം ഒന്ന് അളന്ന് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ എനിക്ക് 13.5 ആ ഒരു വേസ്റ്റിൻ്റെ ഷേപ്പ് വരുന്നത് ഷോൾഡർ മുതൽ. എന്നിട്ട് അവിടെ ജസ്റ്റ് ഒരു മാർക്കിംഗ് കൊടുത്തിട്ടാണ് അതിന് നേരെ വേസ്റ്റ് റൗണ്ടിൻ്റെ 4/1 കാലിഞ്ച് ലൂസും മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അല്ലാണ്ട് നമ്മളിങ്ങനെ അളക്കാണ്ട് നോക്കിക്കഴിഞ്ഞാൽ വേസ്റ്റ് തുടങ്ങുന്നത് ചിലപ്പോൾ നിങ്ങൾ മാർക്ക് ചെയ്ത് തെറ്റിച്ച് ബെസ്റ്റിൻ്റെ ഇടയ്ക്കാക്കും, ഹിപ്പിൻ്റെ ഇടയ്ക്കാക്കും. അതുകൊണ്ടാണ് ഷോൾഡർ മുതൽ വേസ്റ്റിൻ്റെ ലെങ്ത്ത് നമ്മൾ എടുത്ത് കൊടുത്തിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കണ്ടില്ലേ നിങ്ങൾ? എനിക്കിവിടെ വേസ്റ്റ് 36 വരുന്നുണ്ട്. ഇവിടെ കൂടുതൽ വേസ്റ്റ് വന്നത് ഇതിപ്പോൾ ഡെലിവറി കഴിഞ്ഞ പാടുള്ള ഒരാൾക്ക് വേണ്ടി ചെയ്യുന്നതായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ 36 ഹരിക്കണം 4 നോക്കി ലൂസും കൊടുത്തിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ലൈൻ വരച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾക്ക് ചെസ്റ്റിനേക്കാൾ കൂടുതൽ ബെസ്റ്റ് സൈസ് വരുന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ നിങ്ങൾ കേവ് പോലെ വരച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഷോൾഡർ മുതൽ ബെസ്റ്റ് പോയിൻ്റ് വരെ എവിടെയാണോ മാർക്ക് ചെയ്യുന്നത് ആടെ 4/1 ബെസ്റ്റ് റൗണ്ടിൻ്റെ 4/1 മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ വരച്ചു കൊടുക്കണം. കൂടുതൽ ബെസ്റ്റ് വരുന്നുണ്ടെങ്കിൽ എന്തായാലും വരച്ചു കൊടുക്കണേ, അല്ലെങ്കിൽ ഇങ്ങനെ ടൈറ്റായി നിൽക്കും. ഓക്കെ, ഇവിടെ ഇപ്പോൾ ചെസ്റ്റും ബെസ്റ്റും ഒക്കെ സെയിം തന്നെയാണ് വരുന്നത്. വേസ്റ്റ് കുറച്ച് കൂടുതൽ വരുന്നുണ്ട്. നമുക്ക് ഇതുപോലെ ഹിപ്പ് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ മുതൽ നമ്മളെ ഹിപ്പിൻ്റെ അവിടെ വരെയുള്ള ലെങ്ത് ആദ്യം എടുത്തിട്ട് ഒരു മാർക്കിംഗ് കൊടുക്കുക. എനിക്ക് 19 വരുന്നത്. 1/2 ഇഞ്ച് കൂട്ടിയിട്ട് വേണം ഇങ്ങനെ മാർക്കിംഗ് കൊടുക്കാൻ. ഷോൾഡർ ജോയിൻ ചെയ്യുന്നില്ലേ, അപ്പോൾ 19.5 മാർക്കിംഗ് കൊടുത്തിട്ട് ഹിപ്പിൻ്റെ 4/1 മാർക്ക് ചെയ്യുന്നു. 41 ഹിപ്പ് വരുന്നുണ്ട്. ഹിപ്പ് റൗണ്ട് 41 ഹരിക്കണം 4 പ്ലസ് 1/4 ഇഞ്ച് ലൂസ്. ഇനി ഇതാ ഈ പോയിൻറ്റ്സ് എല്ലാം നമ്മൾ ജോയിൻ്റ് ആക്കാം. തയ്യൽ തുമ്പൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കണം അത്ര കേട്ടോ. അത് കൊടുക്കാം. ഇതേപോലെ ജോയിൻ്റ് ആക്കുക. എന്നിട്ടൊന്ന് ഷേപ്പിലൊന്ന് നമുക്ക് വരച്ചു കൊടുക്കാം. പോയിൻ്റ് പോലെ വരുന്നതെല്ലാം ഒന്ന് നല്ല ഷേപ്പാക്കി കൊടുത്തൂടെ. ഇനി തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യാം. 1 ഇഞ്ച് തയ്യൽ തുമ്പെല്ലാം മാർക്ക് ചെയ്താൽ മതി. തുണി കുറവാണെങ്കിൽ കറക്റ്റ് അളവെടുത്തിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുക. നമ്മൾ കോട്ടൺ തുണി ആയതുകൊണ്ട് അലക്കി കഴിഞ്ഞാൽ ലേശം ഒന്ന് ചുരുങ്ങാൻ ചാൻസ് ഉണ്ട് ചില തുണികൾ. അപ്പോൾ ഞാനിതാ 1.25 തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുന്നു. ഇത്രയൊന്നും മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേങ്കിൽ ഇത് ചെയ്ത് കൊടുക്കുന്ന ആൾ കുറച്ച് കൂട്ടിയിട്ട് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിന്, അതുകൊണ്ടാണ് കേട്ടോ. താഴോട്ട് പോകുമ്പോൾ ഞാൻ അധികം 1.25 എടുത്ത് മാർക്ക് ചെയ്യുന്നില്ല. ഈ മേലെ ഭാഗത്താണ് 1.25 എടുത്ത് മാർക്ക് ചെയ്ത്. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുത്തോ. ഇത്ര വരെ ആയി ഇടുന്ന താഴേക്ക് നമ്മൾ വരച്ചു കൊടുക്കണ്ടേ. ഞാൻ ഈ താഴത്തെ വീതി 14 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്നത് വേണമെങ്കിൽ ഫുൾ എടുക്കാം. ഞാൻ അത്ര എടുക്കുന്നില്ല, കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്. തയ്യൽ തുമ്പ് കുറച്ച് അധികം ഇട്ട് കൊടുക്കും. ഇവിടുന്ന് ഇങ്ങനെ ജോയിൻ ചെയ്യുക. എന്നിട്ട് തയ്യൽ തുമ്പിൻ്റെയും കൂടെ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ കൊടുക്കാം. 1 ഇഞ്ച് വീതിയിൽ താഴോട്ടും അങ്ങനെ തയ്യൽ തുമ്പ് അങ്ങ് കൊടുത്തു. തുണി എത്തുന്നില്ലെങ്കിൽ 4 ഇഞ്ചൊക്കെ തയ്യൽ തുമ്പ് കൊടുത്തോ. 4 ഇഞ്ചല്ല 1/2 ഇഞ്ച് ആക്കിക്കോ. ഇനി താഴെ ഭാഗത്തൊരു കേവ് ഷേപ്പ് കൊടുക്കണ്ടേ നമുക്ക്. 1/2 ഇഞ്ച് ഇങ്ങനെ തയ്യൽ തുമ്പിൻ്റെ മാർക്ക് ചെയ്തിട്ട് ഒന്ന് അത് കേവ് പോലെ ആക്കി കൊടുക്കുക. 2 സൈഡും ഒന്ന് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നതായിട്ട് നമ്മൾ ആക്കി കൊടുക്കുന്നതാണ്. കണ്ടില്ലേ നിങ്ങൾ? ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കേവ് ഷേപ്പ് കൊടുത്തു. ഇനി നെക്ക് വിട്ട് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിൻ്റെ അകത്ത് നിന്ന് 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ നെക്കിന് എത്രയാണോ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പം തയ്യൽ തുമ്പ് വെക്കുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. ഞാൻ ഇവിടുന്ന് 1/4 ഇഞ്ച് കുറച്ചിട്ട് ഇതാ 3.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് 3.25 ഇഞ്ച് വേണം. 3.5 ഇഞ്ചിൽ മാർക്കിംഗ് കൊടുത്തു. ഇത് നെക്ക് വിടുത്ത് കുറച്ച് അധികം വരുന്നുണ്ട്. അത് ആ പറഞ്ഞതിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. ഇത് കുറച്ച് നല്ല ഇങ്ങനെ വൈഡായിട്ട് വരുന്ന നെക്കാണ്. പക്ഷേ ഷോൾഡർ ഇറങ്ങി പോകുന്നില്ല. ആദ്യം ബാക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫ്രണ്ട് നെക്ക് നമുക്ക് കൊടുക്കാം. ഈ ഒരു പാർട്ടിൽ തന്നെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ നോക്കിയിട്ട് കട്ട് ചെയ്താൽ പോരെ. ഇതേപോലെ 4 ഇഞ്ച് ബാക്ക് നെക്കും കൊടുത്തിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കൊടുക്കാം. ഇനി ഇതാ ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് 5.25 ഇഞ്ച് കൊടുത്ത് എന്നിട്ട് ഫ്രണ്ടിലെ നെക്കിൻ്റെ ഷേപ്പ് കൂടെ നിങ്ങൾ വരച്ചു കൊടുക്കുക. നെക്കെല്ലാം മാർക്ക് ചെയ്തതിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ മുറിച്ച് പീസ് ഒന്നാക്കിയിട്ട് എടുത്തേക്കരുത്. ശ്രദ്ധിച്ച് ആം ഹോൾ വഴി ഇങ്ങനെ താഴോട്ട് പോയി ഇടുന്നിങ്ങനെ പോകണം. എന്നാലും നമുക്ക് സ്ലീവിനൊക്കെ ബാക്കി സൈഡിലെ ബാക്കി വരുന്നതൊക്കെ എടുക്കാൻ പറ്റുമല്ലോ. ഷോൾഡർ സ്ലോപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഞാനിപ്പോൾ കൊടുത്തിട്ടില്ല കേട്ടോ. അത് എല്ലാത്തിനും കൊടുക്കണമെന്നില്ല. അതിലൊരു സാഹചര്യത്തിൽ നമ്മൾ കൊടുക്കുന്നതാണ്. ഞാൻ നൈറ്റി ഫ്രോക്കിനൊന്നും അധികവും കൊടുക്കാറില്ല. ഇതാ ഇടുന്നതിന് നമുക്ക് സെപ്പറേറ്റ് ആക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ നെക്ക് കട്ട് ചെയ്തിട്ട് എടുത്താലും മതി. കുറച്ചും കൂടെ തുണി നമുക്ക് ക്രോസ് പീസിനൊക്കെ എടുക്കാൻ അങ്ങനെയായിരിക്കും പറ്റുന്നത്.
നെക്കെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. കണ്ടില്ലേ, ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ വീഡിയോൻ്റെ അകത്ത്. അപ്പോൾ ബാക്ക് പാർട്ട് ഫ്രണ്ട് പാർട്ട് നമുക്ക് കിട്ടിയല്ലോ. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണ്ടേ. അപ്പോൾ സ്ലീവ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ആം ഹോൾ കേവില്ലേ, ഈ റൗണ്ടിനെ നോക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് അളവ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടുന്ന് 1/4 ഇഞ്ച് വിട്ടിട്ട് തന്നെ കറക്റ്റ് അളവിൽ നിങ്ങൾ അളന്ന് നോക്കുക എത്ര വരുന്നുണ്ടെന്ന്. തയ്യൽ തുമ്പ് കൂട്ടണ്ട കേട്ടോ. ഈ തയ്യൽ തുമ്പ് വരെ നമുക്ക് എത്ര 8.5 കിട്ടി. അപ്പോൾ 8.5 ആം ഹോൾ കേവ് നിങ്ങൾ ഓർത്ത് വെക്കുക. തയ്യൽ തുമ്പൊന്നും കൂട്ടിയിട്ടില്ല. ആ 8.5 വെച്ചിട്ടാണ് നമുക്ക് ഇവിടെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ളത്. ഇതാണ് നമ്മളെ തുണി കേട്ടോ. ഇവിടെ നമുക്ക് നീളം മാർക്ക് ചെയ്തിടുന്ന ഇങ്ങനെ ഷേപ്പ് നമ്മൾ കൊടുക്കണം. അപ്പോൾ പഫ് സ്ലീവാണ് നമുക്ക് കിട്ടാനുള്ളതല്ലേ. അപ്പോൾ അതിൻ്റെ കട്ടിങ്ങാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ പഫ് സ്ലീവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനായിട്ട് ലേശം തുണി അധികം വേണം അല്ലേ. അപ്പോൾ 2 ഇഞ്ച് അളവ് തുണിയേ എനിക്ക് വേണ്ടു. ഇപ്പോൾ 2 ഇഞ്ച് ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്ത്, കൂടുതൽ നമുക്കിവിടെ കിട്ടൂലല്ലോ, അതുകൊണ്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ പ്ലീറ്റ്സിന് വേണ്ട പഫിന് വേണ്ടത് ഇവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് ഇങ്ങോട്ട് അങ്ങ് മടക്കി അങ്ങ് ഇട്ടുവേ. ആ പഫിന് വേണ്ടത് നമ്മളങ്ങ് മാർക്ക് ചെയ്ത് മടക്കിയിട്ട് ഇനി ആ ഒരു അളവവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. 7 വേണ്ടത്, 7.5 മാർക്ക് ചെയ്തു. താഴെ ഭാഗം മടക്കിയടിക്കാനില്ല, നമുക്ക് തേര് ഭാഗമാണ് വരുന്നത്. മേലെ നമുക്ക് കുറച്ച് 1/2 ഇഞ്ച് നമുക്ക് ആവശ്യമുണ്ട് ജോയിൻ ചെയ്യാൻ. അപ്പോൾ 7.5 മാർക്ക് ചെയ്തിട്ട് ഞാൻ ഈടെ നിന്ന് ഇങ്ങോട്ടേക്ക് സ്കെയിൽ വെച്ചേ. അപ്പോൾ ഈടെ നമുക്ക് തുണിയില്ല. അപ്പോൾ ഈടെ ആയിട്ടാണ് എനിക്ക് ആ വീതി 8.5 ഇഞ്ച് വീതി വരുന്നുണ്ട്. 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണ്ടേ. അപ്പം ഞാനിവിടെ ജസ്റ്റ് ഒരു തുണി വെച്ചിട്ട് ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് കുറച്ച് താഴോട്ടായിട്ടൊരു അളവ് എടുക്കുമ്പോൾ നമുക്ക് മേലെ ഭാഗമൊന്നും ആവശ്യമില്ല ഷേപ്പ് കൊടുക്കുമ്പം. അതുകൊണ്ടാണ് ഇങ്ങനെ മനസ്സിലാകാൻ ജസ്റ്റ് തുണി വെച്ചിട്ട് മാർക്ക് ചെയ്തേ. അപ്പോൾ ആ തുണി നീങ്ങിപ്പോവാണ്ട് ആ 9 മാർക്ക് ചെയ്ത പോയിന്റിൽ ഇങ്ങനെ സ്കെയിൽ വെക്കുക. തുണി നീങ്ങല്ലേ. എന്നിട്ട് 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ. അപ്പോൾ നമുക്ക് മേലെ ഭാഗമൊന്നും ആവശ്യമില്ലേ. ഈ 4 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് 3.5, 4 ഇഞ്ച് 3.25 മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതാ ഈ ഒരു മേലത്തെ പോയിന്റിൽ നിന്നും ഇപ്പോൾ മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴും ഈ നടുക്ക് നമുക്കൊരു ഒഴിവ് വരുന്നുണ്ട്. അതൊന്നും നമുക്ക് കുഴപ്പമില്ല. ഷേപ്പ് കൊടുക്കുമ്പോൾ അതെല്ലാം അങ്ങ് പോയിക്കോളും. കണ്ടില്ലേ, ഇവിടെ ഒഴിവ് വന്നിട്ടുണ്ട്, അത് നമുക്ക് കുഴപ്പമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതൊന്ന് അളന്നിട്ട് കറക്റ്റ് 8.5 നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇങ്ങനെ ജോയിൻ്റ് ആണെന്ന് നിങ്ങൾ വിചാരിച്ചോ. നമുക്കിപ്പോൾ അളന്ന് നോക്കുമ്പോൾ കൂടുതൽ 8.5-നേക്കാൾ എത്രയോ കൂടുതൽ നമുക്ക് കിട്ടുന്നുണ്ട്. 9.5, 10 ഇഞ്ചൊക്കെ കിട്ടുന്നുണ്ട്. 8.5 മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി നമുക്ക് തയ്യൽ തുമ്പായിട്ട് കിട്ടിക്കഴിഞ്ഞു. മനസ്സിലായല്ലോ നിങ്ങൾ. എന്നിട്ട് ഈ ഒരു 8.5-ൻ്റെ മിഡ് പോയിന്റിലും കൂടെ നിങ്ങളൊരു മാർക്കിംഗ് കൊടുക്കണം. നമുക്ക് ഷേപ്പ് വരക്കാനുള്ളതല്ലേ. കണ്ടില്ലേ, നിങ്ങൾ 8.5 വെച്ചിട്ട് ഒരു മാർക്കിംഗ് നമ്മൾ കൊടുത്തു. മിഡ് പോയിന്റ് 4.25. മനസ്സിലായല്ലോ. സ്ലീവ്, ബേസിക് സ്ലീവൊക്കെ എൻ്റെ ക്ലാസ് കണ്ട് പഠിച്ചവരാണെങ്കിൽ എന്തായാലും മനസ്സിലാകും. എന്നിട്ട് ഇവിടുന്ന് ഈ ഒരു മിഡ് പോയിന്റിലേക്ക് ഇങ്ങനെ ഷേപ്പ് കൊടുക്കുക. മേലെ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഷേപ്പ് കൊടുക്കുക. ഇപ്പോൾ മനസ്സിലായല്ലോ. താഴെ ഭാഗത്ത് നമുക്ക് തുണി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലെന്ന്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതേപോലെ നമ്മൾ കൊടുത്തു, ഇങ്ങനെ അങ്ങ് കൊടുക്കുക. ഈ ഒരു രീതിയിൽ മാത്രമേ നമുക്ക് നൈറ്റിക്കും നൈറ്റി ഫ്രോക്കിനൊക്കെ തുണി കിട്ടുള്ളൂ കേട്ടോ. സ്ലീവിനൊന്നും കുറേ തുണിയൊന്നും നമുക്ക് കിട്ടൂല. ഇനി നമുക്ക് താഴത്തെ ആ ഒരു സ്ലീവ് റൗണ്ട്, താഴത്തെ കൈവണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കുക. ലൂസും ചേർത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കണ്ടോ, ഞാൻ 6 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു. കുറച്ച് ലൂസിലാണ് വേണ്ടത്. ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കേണ്ടതാണ്, എന്നാലും അധികം ടൈറ്റിൽ ഇങ്ങനെ വലിഞ്ഞ് നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ തയ്യൽ തുമ്പൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തു. കണ്ടില്ലേ, ഇത്ര വരെ ആയേ. ഇനി നമുക്ക് ഒരളവ് കൂടെ മാർക്ക് ചെയ്യണം. ഈ മടക്കിയേന ഞാൻ ഇങ്ങനെ നിവർത്തിയിട്ട് ഇടത്തേക്ക് ഇങ്ങനെ നീട്ടി അങ്ങ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിതാ ഇപ്പം ഈ ജോയിൻ ചെയ്ത് ഈടുന്ന് മേലോട്ടേക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മളെ പഫ് ഇങ്ങനെ കുറച്ച് പൊന്തി നിൽക്കണ്ടേ. പഫിൻ്റെ ആ ഒരു ക്യാപ്പ് ലെങ്ത്ത് എന്ന് പറയും. അതിനാണ് നമ്മളിവിടെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത്. എന്നിട്ട് ഇതാ ഈടുന്ന് ഇങ്ങനെ ഷേപ്പ് കൊടുക്കുന്ന ആദ്യം വരച്ച ഷേപ്പിൻ്റെ ആ ഒരു മിഡ് പോയിൻ്റ് വരുന്ന ഭാഗമല്ലേ, അടുത്തേക്ക് ഇങ്ങനെ ഞാൻ മുട്ടിച്ച് കൊടുത്തു. കണ്ടില്ലേ നിങ്ങൾ. ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. 1.5 ഇഞ്ച് മാർക്ക് ചെയ്തുകൊണ്ട് കുഞ്ഞി പഫേ പൊന്തി നിൽക്കുന്ന കുറച്ചേ നിൽക്കുള്ളൂ കേട്ടോ. കുറേ പൊന്തണ്ടെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾ നീട്ടിയെടുക്കണം. പക്ഷേ ഇത് അത്രയൊന്നും വേണ്ടെന്നാണ് പറഞ്ഞത്. ഇതുവഴി തയ്യൽത്തുമ്പ് വഴി കട്ട് ചെയ്തെടുക്കാം നമുക്ക്. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറന്നു പോകാണ്ട് ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. ഇതുപോലെ കുറേ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. 25ാമത്തെ ക്ലാസ്സാണിത്. സ്റ്റിച്ചിങ്ങിൻ്റെ ബേസിക് തീരെ അറിയാത്തവരാണെങ്കിൽ ആ സ്റ്റാർട്ടിങ് ക്ലാസ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ മനസ്സിലാകും കേട്ടോ.
അപ്പോൾ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കട്ട് ചെയ്ത് വെച്ച സ്ലീവിന് ഇതാ നല്ല ഭാഗവും ഉള്ളിലായി ഇങ്ങനെ മുട്ടിച്ച് വെച്ചിട്ട് ഒരു ഭാഗം ലേശം കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്. ബോഡി പാർട്ടിലും ചെയ്ത് കൊടുക്കണം, അത് നമുക്ക് ചെയ്യാം കേട്ടോ. ഇപ്പം നോക്ക്, ഇതേപോലെ ഒരു 1/2 ഇഞ്ച് എടുത്ത് ഇങ്ങനെ കുഴിച്ച് കട്ട് ചെയ്ത്, നല്ല തടിയുള്ളവർക്കാണെങ്കിൽ 1/2 ഇഞ്ച് എടുക്കേണ്ട, 1/4 ഇഞ്ച് എടുത്താൽ മതിയേ. ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ബോഡി പാർട്ടിൽ ഞാനിപ്പം ചെയ്യും കേട്ടോ. ഇവിടെ ഒരു നോച്ച് മാർക്ക് ഇട്ട് കൊടുത്തു, മനസ്സിലാകണ്ടേ നമുക്ക് ഇതാണ് കുഴിച്ച് കട്ട് ചെയ്ത ഭാഗം എന്ന്. ഇനി ഇതാ ബോഡി പാർട്ടിലും സ്ലീവിന് ചെയ്ത പോലെ നമുക്ക് കുറച്ച് ആം ഹോള് ഫ്രണ്ട് പാർട്ടിൽ കുഴിച്ച് കട്ട് ചെയ്യാനുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ എടുത്ത് വരച്ചു കൊടുക്കുക. 1/2 ഇഞ്ച് 1/4 ഇഞ്ചൊക്കെ നിങ്ങൾ ആ ഒരു ബോഡി പാർട്ട് അനുസരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ കുഴിച്ച് കൊടുക്കണം. എന്നാലേ ആ ഒരു ഷേപ്പിൽ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ അവിടെ നിന്നൊക്കെ ഇങ്ങനെ ചുളിഞ്ഞിട്ടൊക്കെ നിൽക്കും, അധികമായിട്ട് ഇങ്ങനെ പൊന്തി നിൽക്കും, ഒരു വൃത്തികേടായി പോവും അത്. ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നമ്മൾ സ്ലീവിലും ചെയ്ത് ബോഡി പാർട്ടിലും നമ്മൾ ചെയ്ത് കൊടുത്ത്. ഇത്ര വരെ മനസ്സിലായല്ലോ? കറണ്ട് ഇല്ല കേട്ടോ, അതാണ് ഇങ്ങനെ ലൈറ്റ് പോയത്. ഇനി നമുക്ക് ക്രോസ് പീസൊക്കെ കട്ട് ചെയ്യാം. നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്യുന്നത് ക്രോസ് പീസ് വെച്ചിട്ടാണ്. ഫേസിങ് ഒക്കെ ചെയ്ത് കൊടുക്കാൻ കുറേയൊന്നും നമുക്കിവിടെ തുണിയില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം? ക്രോസ് പീസ് 1.25 ഇഞ്ചിൽ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പീസെല്ലാം എടുക്കുക, വേസ്റ്റ് വന്നതൊക്കെ. ഈ ക്രോസ് പീസുകളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിനൊക്കെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാനുണ്ട്. ജോയിൻ ചെയ്തെടുത്തിട്ട് സൈഡെല്ലാം ഒന്ന് 1/4 ഇഞ്ചിൽ മടക്കി അടിച്ചിട്ട് നമുക്ക് എടുക്കണം. ഇപ്പം ഇതെല്ലാം ഇങ്ങനെ വെച്ചിട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ക്രോസ് പീസ് ജോയിൻ ചെയ്യാൻ അറിയില്ലെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയി. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ തയ്യൽ തുമ്പ് അധികം വരുന്നതിനെ കട്ട് ചെയ്ത് കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ഇതേപോലെ 1/4 ഇഞ്ച് ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് നെക്കിന് പ്ലാക്കറ്റ് ഓപ്പണിംഗ് വെക്കാനുണ്ട്. ഓപ്പണിംഗ് വെച്ചിട്ട് നെക്ക് ഫിനിഷ് ചെയ്യാം. നമുക്ക് പ്ലാക്കറ്റ് വെക്കാൻ വേണ്ടിയിട്ട് 5 ഇഞ്ച് വീതിയുള്ള തുണി നമുക്ക് കിട്ടണം. പ്ലാക്കറ്റിൻ്റെ അതായത് ഓപ്പണിങ്ങിൻ്റെ ലെങ്ത്ത് 6 ആണെങ്കിൽ 7.5, ഒരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് എന്തായാലും നമുക്ക് എക്സ്ട്രാ ആയിട്ട് കിട്ടണം. അങ്ങനെയാണ് നമ്മൾ തുണി കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതിപ്പോൾ നമുക്ക് വീതി 5 ഇഞ്ച് മേലോളം കിട്ടൂല. അപ്പോൾ നമുക്ക് നോക്കാം, 2ആയി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടൊക്കെ നമുക്ക് എടുക്കേണ്ടി വരും. ഇപ്പോൾ ആ തയ്യൽ തുമ്പൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതിൻ്റെ ബാക്കിയെല്ലാം ഞാൻ തുണി എടുത്ത്, വേസ്റ്റ് തുണിയില്ലേ അതാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഇങ്ങനെ അളന്ന് നോക്കുന്നുണ്ട്, കണ്ടോ മേളിലോട്ടെത്തുമ്പോൾ 4 ഇഞ്ചേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് കൊടുക്കുന്നത്? 2 പാർട്ടായിട്ട് കട്ട് ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഇതേപോലെ ഞാനിങ്ങനെ ലൈറ്റ് കൂട്ടട്ടെ, കറണ്ട് പോയിട്ടാണുള്ളത്. ഇതുപോലെ എനിക്കിപ്പോൾ 6 ഇഞ്ചിലാണ് വേണ്ടതെങ്കിൽ 7.5 ഇഞ്ചിൽ ഞാനിങ്ങനെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങോട്ടേക്ക് 5ൻ്റെ പകുതി 2.5 പ്ലസ് ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് നിങ്ങൾ കൂട്ടിയിട്ട് ഇപ്പം 2.25 ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം തയ്യൽ തുമ്പ് നമ്മൾ 2 പീസ് ജോയിൻ ചെയ്തിട്ട് 5 ആക്കി മാറ്റാനാണ് പോകുന്നത്. തുണി കുറയൊന്നും ഇല്ലല്ലോ നമുക്ക്, അതുകൊണ്ട്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുത്തു. തയ്യൽ തുമ്പിനടക്കമാണ് നമ്മൾ ഈ 2.25 ഇഞ്ച് അല്ലെങ്കിൽ 3 ഇഞ്ച് എടുക്കാൻ ഞാൻ പറഞ്ഞത്. എന്നിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. താഴെ ഭാഗത്തും ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിത് സ്ട്രെയിറ്റ് ലൈൻ കൊടുത്ത് കട്ട് ചെയ്തെടുക്കും കേട്ടോ. ഇതിൻ്റെ താഴിലും പീസ് ഉണ്ട് കേട്ടോ, ഒരു പീസ് കൂടി ഉണ്ട്. അപ്പോൾ 2 ഒപ്പരം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. 5 ഇഞ്ച് വീതി നമുക്ക് എന്തായാലും വേണം കേട്ടോ പ്ലാക്കറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറഞ്ഞു പോയാൽ നമുക്ക് ഭംഗിയിൽ കിട്ടൂല. അതുകൊണ്ടാണ് 2 പീസ് ജോയിൻ ചെയ്തിപ്പോൾ എടുക്കാൻ പോകുന്നത്. ഈ തുണി ഇങ്ങനെ നിവർത്തി എടുക്കാം. ഇതിൻ്റെ ഉള്ളിലത്തെ 2 എണ്ണം നമുക്ക് ഇതിൻ്റെ ഉള്ളിലുണ്ട്, 2 അല്ല 3 ഉണ്ട്. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, വെറുതെ കട്ട് ചെയ്തങ്ങ് കളഞ്ഞു. അതവിടെ നിൽക്കട്ടെ. എന്നിട്ട് ഈ ഒരു തുണികൾ തമ്മിൽ ജോയിൻ ചെയ്യണം. ഇതേപോലെ നിങ്ങൾ നല്ല ഭാഗവും മുട്ടിച്ച് വെച്ചിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമല്ലോ. ഇതേപോലെ 1/4 ഇഞ്ച് കൊടുത്ത് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ആ പീസ് ഞാൻ ജോയിൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്, കാണിക്കാം. അതിന് മുന്നേ ഈ ഫ്രണ്ട് ഭാഗം നിങ്ങൾ എടുത്ത് വെക്കുക. മോശം ഭാഗം ഇങ്ങനെ എടുത്ത് വെക്കുക കേട്ടോ. ഇത് മറന്നു പോലെ നിങ്ങൾ മോശം ഭാഗം എടുത്ത് വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിങ്ങനെ 2ആയി മടക്കിയിട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. സെൻറ്റർ തെറ്റിക്കഴിഞ്ഞാൽ നമ്മളെ ആ ഒരു പ്ലാക്കറ്റൊക്കെ വളഞ്ഞിട്ടൊക്കെ വരും, ഒരു ഭംഗി ഉണ്ടാവില്ല. ഇവിടെ കുറച്ച് ചുളിവുണ്ട്, നമുക്ക് നല്ല ചുളിവുണ്ടെങ്കിൽ അയൺ ചെയ്ത് കൊടുക്കേണ്ടി വരും. കണ്ടോ, ഞാനൊന്ന് അയൺ ചെയ്ത് കൊടുത്തു. എന്നിട്ട് സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുകയെന്ന്. ഇങ്ങനെ നഖത്തോണ്ടൊക്കെ ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ മാർക്കിംഗ് വീണിട്ടുണ്ടാവും. ആ മടക്കിയ ആ ഒരു മാർക്കിങ്ങിൽ കൂടെ ഒന്ന് ഇങ്ങനെ ഒരു ലൈൻ കൊടുക്കുക. കുറച്ച് താഴോളം ഇങ്ങനെ ലൈൻ കൊടുത്തു. 6 ഇഞ്ച് നമുക്ക് ലെങ്ത്ത് വേണ്ടു. ഇനി നമുക്ക് നമ്മളെ ആ ഒരു സ്റ്റിച്ച് ചെയ്ത് കൂട്ടി യോജിപ്പിച്ച തുണി എടുക്കാം. അതും ഞാൻ സ്റ്റിച്ചിട്ട് കൊടുത്തിട്ട് അയണൊക്കെ ചെയ്തെടുത്തിട്ട് വന്നതാണ്. കണ്ടില്ലേ, നിങ്ങൾ അയൺ ചെയ്തപ്പോൾ എന്ത് നല്ല നീറ്റായി ജോയിൻ ചെയ്തതാണെന്ന് മനസ്സിലാവുന്ന പോലും ഇല്ല.
ആ ഒരു തുണീൻ്റെയും മോശം ഭാഗം ഇങ്ങനെ പുറമേ കാണുന്ന രീതിയിൽ കണ്ടില്ലേ ഇങ്ങനെ വെച്ച് കൊടുക്കുക. നടുക്ക് ആ ഒരു ലൈൻ കൊടുത്തതിൻ്റെ നടുക്ക് നമ്മൾ ഈ തുണീൻ്റെയും നടുക്ക് വരുന്ന രീതിയിൽ കൊടുത്ത് ഈ തുണീൻ്റെയും നടുഭാഗം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. എനിക്കിപ്പോൾ ആ സ്റ്റിച്ച് വരുന്നത് കറക്റ്റ് നടുഭാഗമാണെന്നും ഞാൻ മനസ്സിലാക്കി ഇതേപോലെ പിന്നിട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് നീങ്ങി പോവാണ്ടിരിക്കാൻ വേണ്ടി സ്റ്റിച്ച് ചെയ്യുമ്പോൾ. പ്ലാക്കറ്റ് മനസ്സിലാകാത്തവർ ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ മതിയേ. 6 ഇഞ്ച് ലെങ്ത്തിലാണ് പ്ലാക്കറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെ ഞാൻ ചെയ്യുന്ന പോലെ 1/2 ഇഞ്ചിലും ഒരു ലേശം കുറച്ചിട്ട് ഈ ഒരു സെൻറ്ററിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും മാർക്കിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. 6 ഇഞ്ച് ലെങ്ത്തിൽ ആദ്യം മാർക്ക് ചെയ്തിട്ട് ആ ഒരു ലൈനിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് 1/2 ഇഞ്ചിലും കുറവ് 1/4 ഇഞ്ചിലും ഒരു ലേശം കൂടുതലായിട്ടുള്ള അളവ് മാർക്ക് ചെയ്യുക. 1/2 ഇഞ്ച് എടുക്കുമ്പോൾ കുറച്ച് വലുതായിട്ട് നമുക്ക് വരുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. മനസ്സിലായില്ലേ? ഞാൻ വരച്ചു കൊടുക്കുമ്പോൾ മനസ്സിലാകുമേ. ഇനിയിപ്പം നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത ആ പോയിൻ്റ് ഇല്ലേ, നടുഭാഗത്തു നിന്ന് അപ്പുറത്തും ഇപ്പുറത്തും 1/2 ഇഞ്ചിലും കുറവ് മാർക്ക് ചെയ്ത പോയിൻ്റിൽ നിന്ന് താഴോട്ട് ലൈൻ കൊടുക്കുക. അപ്പോൾ ആ ഒരു ലൈനിൻ്റെ ലെങ്ത്ത് നമുക്ക് 6 ഇഞ്ച് തന്നെ എടുത്ത് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. കാരണം 6 ഇഞ്ച് നമുക്ക് ആ ഒരു ഓപ്പണിങ്ങിൻ്റെ ലെങ്ത്ത് വരുന്നുള്ളൂ. ബാക്കി വരുന്നത് നമുക്ക് തയ്യൽ തുമ്പാണ്. ഞാനിപ്പോൾ ശരിക്കും മാർക്ക് ചെയ്യാം. ഇതങ്ങ് നീട്ടി വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാ കറക്റ്റ് നടുവിൽ ഞാൻ വെച്ചുവേ. എന്നിട്ടിതാ 6 ഇഞ്ച് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതാ 2 സൈഡിലേക്കും നടുക്കുന്ന ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ നിങ്ങൾ? കേട്ടോ ആ നടുക്കുള്ളത് കണ്ടില്ലേ? ഇതാ അതിങ്ങനെ മടങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് 2 സൈഡിലും ഒരേ അളവാണ് ഉള്ളത്. ഒന്നും കൂടെ ഞാൻ വേണമെങ്കിൽ കട്ടിയിൽ വരച്ചു കൊടുക്കാം. നമുക്ക് എന്നിട്ട് ഈ വരച്ച ലൈനിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇതുവഴി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി ഞാൻ ഇതടുത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതേപോലെ ഞാൻ വരച്ചത് കണ്ടില്ലേ? ഇത് നടുഭാഗമാണ്. തയ്യൽ തുമ്പ് ഇങ്ങനെ മടങ്ങി നിൽക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് പോകേണ്ടതാണ് കേട്ടോ. ഒന്നും കുഴപ്പമില്ല. എന്താ 6 ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട്. ബാക്കി നമ്മൾ തയ്യൽ തുമ്പായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതാ ഈടുന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് 6 ഇഞ്ച് ലെങ്ത്ത് ഇങ്ങനെ കൊടുത്തു. നേരെ ഇങ്ങോട്ടേക്ക് വരുന്നു. ഇതാ ഇപ്പുറത്തെ ലൈനിൽ കൂടെ സ്റ്റിച്ച് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് നടുവിലേത് കുറച്ച് തയ്യൽ തുമ്പ് വെച്ച് കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ഇത്രയും ടൈം. ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിക്കാം. ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ സെയിം കളർ ആയതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഇടുന്ന സ്റ്റിച്ച് ചെയ്ത് നിർത്തി ഇങ്ങോട്ട് വന്ന് ഇതിലേക്കൂടെ വന്ന് നടുക്കുള്ള നമുക്ക് കട്ട് ചെയ്ത് കളയണം. നടുക്കത്തെ ലൈനിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒരു ലേശം തയ്യൽ തുമ്പ് വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു സ്റ്റിച്ചിൻ്റെ കുറച്ച് ഇപ്പുറത്തേക്കൂടെ കട്ട് ചെയ്യുക. സ്റ്റിച്ച് കട്ടായി പോലെ ഒരു ലേശം വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിതാ കട്ട് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ നിങ്ങൾ? നടുക്കത്തെ ആ ഒരു തയ്യൽ തുമ്പെല്ലാം ഇപ്പം കട്ട് ചെയ്ത് പോകും. ഒരിത്തിരി അവിടെ തയ്യൽ തുമ്പായിട്ട് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇനി ഇവിടെ ആ സ്റ്റിച്ചിൻ്റെ അവിടെ വരെ സ്റ്റിച്ച് കട്ടാവാതെ അവിടെ വരെ ഇങ്ങനെ കട്ടിങ് കൊടുക്കണം. എന്നാലേ നമുക്ക് തിരിച്ചിടാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു ലേശം കൂടെ ക്ലിയർ ആക്കിയതാണേ. ഇടുത്ത വരെ സ്റ്റിച്ചിൻ്റെ അവിടെ വരെ കട്ടിങ് കൊടുത്തു. ഇവിടെയൊക്കെ വേണമെങ്കിൽ കൊടുക്കാം, വേണമെന്നൊന്നുമില്ല. നമുക്കൊന്ന് തിരിച്ചിടാൻ നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാനിത് തിരിച്ചിട്ട് അയൺ ചെയ്തിട്ട് വരും. ഇതിപ്പോൾ ഇപ്പുറത്തെ ഭാഗമാണ് നല്ല ഭാഗം വരുന്നത്. കണ്ടോ നിങ്ങൾ? ഇങ്ങനെ തിരിച്ചിടുമ്പോൾ കണ്ടില്ലേ? ഇതേപോലെ നമുക്ക് കിട്ടും. ഇനി ഇത് നന്നായി ഒന്ന് അയൺ ചെയ്ത് നിങ്ങൾ എടുത്തിട്ട് വരുമ്പം അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. അയൺ ചെയ്തെടുത്ത് ഇനി നമ്മളിതാ ഈ ഒരു പീസിനെ എടുത്തിട്ട് ഇതാ ഒരു 1/4 ഇഞ്ച് മടക്കിയിട്ട് ഈ തയ്യൽ തുമ്പുണ്ടോ ഇതിനുള്ളിലേക്ക് പോകുന്ന രീതിയിൽ 1/4 ഇഞ്ച് മടക്കിയിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഓപ്പണിങ് എവിടെ വരെയാണോ അവിടെ വരെ ഇതാ ഇവിടെ വരെയില്ല. അപ്പോൾ ഇവിടെ വരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കെട്ടിട്ട് നിർത്തുക. അതേപോലെ ഇപ്പുറത്തേക്കും 1/4 ഇഞ്ച് മടക്കിയിട്ട് തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക ഓപ്പണിങ് വരെ. ഇപ്പോൾ രണ്ടും ആ ഒരു ഓപ്പണിങ്ങിൻ്റെ അവിടെ വരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. കണ്ടില്ലേ നിങ്ങൾ? ഇവിടെ വരെ രണ്ടും നിർത്തി. ഇനി നമുക്ക് ഏത് സൈഡിലാണ് ഹുക്ക് വേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാൻ ഇപ്പോൾ ഈ വലത് സൈഡിൽ കൊടുക്കാം. അപ്പോൾ ഇതിനെ അടിയിലാക്കിയിട്ട് ഈ വലത് ഭാഗത്തിൻ്റെ മുകളിലിങ്ങനെ വെച്ച് കൊടുത്തു. കണ്ടില്ലേ? ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുത്ത് ഇനി നമുക്ക് താഴെ ഭാഗം ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാനുണ്ടല്ലേ. ഇതാ ഈ ഒരു അധികം വരുന്നതിനെ നമുക്ക് കട്ട് ചെയ്യാനുണ്ട്. ഇപ്പോൾ രണ്ടും കൂടെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ആടെ ഭയങ്കര തടിയായി പോയില്ലേ. അപ്പോൾ താഴെ ഭാഗത്തിൽ ഒരു ലേശം നമുക്ക് കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഞാൻ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് നോക്കണേ. ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഇങ്ങനെ മേലെ ഭാഗം നീറ്റായിട്ട് വരുന്ന രീതിയിലൊന്ന് നോക്കുക. ഇതാ ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. ആ മേലത്തേത് അവിടെ വെച്ചിട്ട് താഴത്തെ ആ ഒരു മടക്കില്ലേ അത് ഞാൻ ഒരു ലേശം കട്ട് ചെയ്ത് ഇതാ ഇവിടുന്ന് ഇങ്ങനെ മേലേക്ക് കട്ട് ചെയ്തിട്ട് ഇതാ ഈടുത്ത വരെ ഇങ്ങനെ കട്ട് ചെയ്ത് അങ്ങ് കളഞ്ഞു. അപ്പോൾ നിങ്ങൾ നോക്കിപ്പോൾ
ഇപ്പോൾ ആ മേലത്തെ ആ ഒരു പാർട്ടിൻ്റെ മടക്ക് മാത്രമേ വരുന്നുള്ളൂ. താഴത്തേത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞതേ. അതിങ്ങനെ കാണാത്ത രീതിയിൽ നമുക്കങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം മടക്കിയിട്ട്. ഇപ്പോൾ അവിടെ അധികം തടിയൊന്നും ഇല്ലാണ്ട് നല്ല നീറ്റായിട്ട് നമുക്ക് വരും. സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങളിത് കട്ട് ചെയ്യുമ്പം തെറ്റിക്കരുത് കേട്ടോ. അടിയിലത്തെ പീസിനാണ് കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞത്. അല്ലെങ്കിൽ നമ്മൾ മടക്കി കൊടുക്കുമ്പോൾ ഇത് നോക്കിയാട്ടെ, രണ്ടും കൂടെ മടക്കി കഴിഞ്ഞാൽ തടി അധികം. അപ്പോൾ ഈ ഒരു താഴത്തെ പീസാണ് ഞാൻ ലേശം കട്ട് ചെയ്ത് കളഞ്ഞത്. നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയത് ഇവിടെ വരെയാണ്. അപ്പോൾ ഇവിടുന്ന് കെട്ടിട്ടിട്ട് തുടങ്ങിയിട്ട് താഴോട്ട് വരിക, മടക്കി കൊടുക്കുക, ഇങ്ങോട്ട് വരുന്നു, ഇവിടെ ഒന്നിക്ക് നിർത്താം, അല്ലെങ്കിൽ നേരെ ഇപ്പുറത്തേക്ക് വന്നിട്ട് കെട്ടിട്ടിട്ട് നിർത്താം. ഞാൻ ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു രീതിയിൽ നല്ല ഭംഗിയിൽ പ്ലാക്കറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത്, ഞാൻ പറഞ്ഞ പോലെ തന്നെ താഴെ ഭാഗമൊക്കെ ക്ലിയർ ആക്കി കൊടുത്തിട്ടുണ്ട്. ഈ മേലെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കുന്നുണ്ടേ. ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങി, ഇങ്ങോട്ട് പോയി മടക്കി, ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങോട്ട് വന്നു. ഇങ്ങനെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ക്രോസ് പീസ് എടുക്കുക. നെക്കിന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതേ രീതിയിൽ നമ്മൾ ക്രോസ് പീസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക. ഈ നെക്കിൻ്റെ ഇട വരുമ്പം ഒരു 4 ഇഞ്ച് ഉള്ളോട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമുക്ക് അവിടെ ഫിനിഷിങ് വേണ്ടേ, അല്ലെങ്കിൽ നമ്മൾ ക്രോസ് പീസിൻ്റെ അറ്റഭാഗം ഇങ്ങനെ കാണും. 2 പാർട്ടായിട്ടാണ് ഫ്രണ്ട് പാർട്ട് ഉള്ളതല്ലേ, അപ്പോൾ 2 എണ്ണമായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇങ്ങോട്ട് എത്തുമ്പോൾ ഒന്ന് മടക്കി കൊടുക്കുക. ഇപ്പം അധികമായിപ്പോയി കട്ട് ചെയ്തത്. ഇനി ഞാൻ ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. ബാക്ക് പാർട്ടും ഇതുപോലെ ചെയ്തെടുക്കണം. ബാക്ക് പാർട്ടും ഞാൻ ക്രോസ് പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വെച്ച് കൊടുത്തതിന് നമുക്ക് മടക്കി ഹെം ചെയ്ത് കൊടുക്കാം. ഇതാ ഫ്രണ്ട് പാർട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, ഇവിടെ കണ്ടേ നിങ്ങൾ. ഇതാകടി ഇങ്ങനെ 4 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ടുണ്ട്. 4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് മടക്കി കൊടുക്കാം. ഇത് നിവർത്തുമ്പോൾ ആ ഒരു ക്രോസ് പീസിൻ്റെ അറ്റം ഭാഗവും നല്ല നീറ്റായിട്ട് വന്ന്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുന്ന പരിപാടിയാണ്. ഇനി ഹെമ്മിങ് എല്ലാം ലാസ്റ്റാണ് നമ്മൾ ചെയ്ത് കൊടുക്കുക. ഇനി ഇതാ നല്ല ഭാഗം ഇങ്ങനെ നിവർത്തി വെച്ചു. അതിൻ്റെ മുകളിൽ മറ്റേ ബാക്ക് പാർട്ടിൻ്റെ നല്ല ഭാഗം ഇങ്ങനെ മുട്ടിച്ച് വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടണ്ടേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പീസിനെല്ലാം നല്ല വൃത്തിക്കുള്ളിലേക്ക് തന്നെ ഇങ്ങനെ ആക്കി വെക്കുക. എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുക അതേ രീതിയിൽ ഇങ്ങനെ മടക്കി ഇങ്ങനെ തന്നെ വെക്കണം കേട്ടോ. ഇങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു പീസിനെടുത്ത് ബാക്കിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്ത്, ഈ ഒരു പീസിനെടുത്ത് എന്നിട്ട് ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്ത് എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഷോൾഡർ നമുക്ക് കിട്ടും. ഇവിടെ ഒന്ന് ഞാൻ അകത്തോണ്ട് അമർത്തിയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. ഇതേപോലെ നമ്മൾ ഹെമ്മിങ് ചെയ്താൽ എങ്ങനെയാണോ ഉണ്ടാവുക അതേപോലെ ഇങ്ങനെ അമർത്തി അങ്ങ് വെച്ച് കൊടുത്ത് ഞാൻ. എന്നിട്ട് ഇത് രണ്ടും കൂട്ടി ഇങ്ങനെ മുട്ടിച്ച് വെച്ച്, എന്നിട്ട് ഏതെങ്കിലും ഒരു പീസ് എടുത്തിട്ട് ബാക്ക് പാർട്ടിലോ ഫ്രണ്ട് പാർട്ടിലോ എടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു പീസിനെ ഞാൻ എടുത്തിട്ട് ഇങ്ങ് ബാക്കിലേക്ക്, ഈ ഒരു ബാക്കിലെ പീസിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. സ്റ്റിച്ച് ചെയ്തെടുത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞ പോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നിവർത്തുമ്പോൾ നമുക്ക് ആ ഒരു ഭംഗിയിൽ കിട്ടും. നമുക്ക് ആ ഒരു ലോക്കലായിട്ട് ചെയ്യുന്നതിനേക്കാളും ഇതുപോലെ കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഉണ്ടാവുക. ഇനി നെക്കിൻ്റെ ഈ ക്രോസ് പീസിനെ എല്ലാം ഇനി ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലേക്കൂടെ ഫസ്റ്റത്തേക്കൂടെ ഒരു സ്റ്റിച്ച് നിങ്ങൾക്ക് തെറ്റത്തേക്കൂടെ കൊടുത്തതിന് ശേഷം ഹെമ്മിങ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അയൺ ചെയ്തിട്ട് ഹെമ്മിങ് ചെയ്ത് കൊടുത്താലും മതി. കണ്ടില്ലേ, നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഒരു പ്രസ്സിങ് സ്റ്റിച്ച് സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കാം. നിങ്ങൾക്ക് ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാൻ വേണമെങ്കിൽ കേട്ടോ. നെക്ക് മടക്കിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും പിടുത്തം വരികയാണെങ്കിൽ മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ഞാൻ നെക്കിലൊരു സ്റ്റിച്ച് എന്തായാലും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിതാ ടോപ്പിൽ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഏറ്റവും അറ്റത്തേക്കൂടെ കാണുന്നുണ്ടോ എന്ന് അറിയില്ല, ഫുള്ള് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്ക് പാർട്ടിലും ഫ്രണ്ട് പാർട്ടിലും നെക്കിനൊക്കെ. ഇനി ലാസ്റ്റ് ഹെം ചെയ്ത് കൊടുക്കും. ഇനി നമുക്ക് അടുത്ത് സ്ലീവ് വെച്ച് കൊടുക്കാം. നമ്മൾ സ്ലീവിനെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് പഫ് സ്ലീവ് ആണല്ലേ വേണ്ടത്. കുറേ പഫൊന്നും നമുക്ക് കിട്ടില്ല. നൈറ്റീൻ്റെ അകത്ത് നമുക്ക് അധികം തുണിയില്ല. അപ്പോൾ നമുക്ക് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എപ്പോഴും നിങ്ങൾ ചെറിയൊരു നോച്ച് മാർക്ക് സെൻറ്ററിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഈ സെൻറ്ററിൻ്റെ അവിടെ നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. ഒറ്റ സൈഡിലേക്ക് പ്ലീറ്റ്സ് വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഏകദേശം ഇവിടെ നിന്ന് ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് തുടങ്ങുക. ഒറ്റ സൈഡിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയെന്നേ. ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ അളന്ന് നോക്കുക, നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യാൻ എത്തുന്നുണ്ടോ, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പ്ലീറ്റ്സുകളൊക്കെ കൊടുക്കുന്നത്. ഇനി കറക്റ്റ് കണക്കൊന്നുമില്ല കേട്ടോ. ഇതേപോലെ ഇട്ട് കൊടുത്ത് നോക്കി നോക്കി നിങ്ങൾ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇതേപോലെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക നിങ്ങൾ ഈ പ്ലീറ്റ്സ് ഇങ്ങനെ വെച്ചിട്ട്. എന്നിട്ട് ഇതൊക്കെ അളന്ന് നോക്കിയിട്ട് ജോയിൻ ചെയ്യാൻ എത്തുന്നുണ്ടോ ബോഡി പാർട്ടിൽ എന്ന് നിങ്ങൾ നോക്കണം. ഞാൻ അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് കാണിക്കാം. താഴെ ഇലാസ്റ്റിക് കൂടെ നമുക്ക് വെച്ച് കൊടുക്കാനുണ്ട്.
ഞാനിതാ പ്ലേറ്റ്സ് മേലെ ഭാഗത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മിഡ് പോയിൻ്റ് മാർക്ക് ചെയ്ത് അപ്പുറത്തും ഇപ്പുറത്തും ഏകദേശം ഒരേ അളവിൽ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ആ ബോഡി പാർട്ടിലൊക്കെ സ്ലീവ് ജോയിൻ ചെയ്യാൻ എത്തുന്നുണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എലാസ്റ്റിക് എടുത്തിട്ട് താഴെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് നമുക്ക്. ഇതാ ഈ കാണുന്ന ഇലാസ്റ്റിക്കാണ് എടുത്തിട്ട് വൈറ്റ് എടുത്ത് 4 ഇഞ്ച് സൈസിലുള്ളത്. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തത് കണ്ടല്ലോ, ഒരു 4-5 ഇഞ്ച് കുറച്ചിട്ട് മാത്രമാണ് കട്ട് ചെയ്ത് എടുത്തത് കേട്ടോ. എന്നാലേ നല്ല ഭംഗിയായിട്ട് നിൽക്കുള്ളൂ. എന്നിട്ട് ഇങ്ങനെ വലിച്ച് പിടിച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ, എന്നാലേ നിങ്ങൾക്ക് ഇങ്ങനെ ചുരുങ്ങി നിൽക്കുള്ളൂ. ആദ്യം നിങ്ങളിതാ ഇതാ ഒരു 4 ഇഞ്ച് അളവിൽ ഇങ്ങനെ സ്റ്റിച്ചിട്ട് കൊടുത്തിട്ട് കെട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് നോക്കേ. ഇതാ ഈ ഒരു ഭാഗത്ത് ആദ്യം ഒരു 4 ഇഞ്ച് വരെ സ്റ്റിച്ച് കൊടുത്തിട്ട് ഇലാസ്റ്റിക് ഉറപ്പിക്കുക. ഏറ്റവും എൻഡിലല്ല, ഒരു 4 ഇഞ്ച് മേലോട്ട് കയറ്റിയിട്ടാണ് വെക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത് വലിച്ച് പിടിക്കണം. നിങ്ങൾ നല്ല വലിക്കണ്ട, നല്ലോണം വലിച്ച് നല്ല ചുരുക്കമായിട്ട് വരും. അന്നേരം നമുക്ക് നല്ല ടൈറ്റ് ആയിരിക്കും കൈ. അത്രയും വേണ്ടാന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞിനെ. അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് വലിച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് കിട്ടി. ഇതാ നല്ല ഭംഗിയില്ല കാണാൻ. 2 സ്ലീവ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ 2 സ്ലീവും നമ്മളിനി ബോഡി പാർട്ടിലേക്ക് ജോയിൻ ചെയ്യുക. ബോഡി പാർട്ടിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ശ്രദ്ധിക്കണ്ടേ, നമ്മൾ ആദ്യം കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ടല്ലേ സ്ലീവിൽ, ആ കുഴിച്ച് കട്ട് ചെയ്തത് നമ്മളെ ഫ്രണ്ട് പാർട്ടിലേക്ക് തന്നെ വരുന്ന രീതിയിൽ വേണം ജോയിൻ ചെയ്യാൻ. ആ നോച്ച് മാർക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നിങ്ങളിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ, ഈ ഒരു സ്ലീവ് ഏത് പാർട്ടിലേക്കാണ് വേണ്ടത്. ഇതാ ഞാൻ ഈ ഒരു സ്ലീവ് എടുത്തിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇങ്ങനെ മോശം ഭാഗം പുറമേ ആക്കിയിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യുക. അപ്പോൾ ഈ ഒരു കുഴിച്ച് കട്ട് ചെയ്ത് ആ നോച്ച് മാർക്ക് വരുന്നത് ഫ്രണ്ടിലേക്കാണ് വരുന്നത്. ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങോട്ട് വരുന്നു. ഇതാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന അപ്പുറത്തെ ഭാഗത്തേക്കും പോകുന്നു. ഇനി അഥവാ എത്തുന്നില്ലെങ്കിൽ 2 സൈഡിൽ നിന്ന് ഓരോ പ്ലീറ്റ് അയച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഞാൻ കാണിക്കാം. എല്ലാം കാണിക്കാൻ ടൈമില്ല കേട്ടോ, ഭയങ്കര തിരക്കിൻ്റെ ഇടയിലാണ് ഈ ഒരു ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ടാണ് തിയറി ഒന്നും തരാഞ്ഞത്. ഇതാ കണ്ടില്ലേ പ്ലേറ്റ്സ് കൊടുത്തത്. ഇതാ നമ്മളെ സ്ലീവും ജോയിൻ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇനി ഇതാ മോശം ഭാഗം എടുത്ത് വെച്ചിട്ട് ഒരു ഭാഗം മാത്രം, 2 ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ടില്ല. പ്ലീറ്റ്സ് വെച്ച് കഴിഞ്ഞിട്ടാകുമ്പോഴാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഒരു ഭാഗം മാത്രം തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് 1.25 1 മാർക്ക് ചെയ്ത് നോക്കിയിട്ട് അത് വരച്ചു കൊടുത്തിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാനിതാ തയ്യൽ തുമ്പ് ജസ്റ്റ് മാർക്ക് ചെയ്യാം. ഈ ഒരു ഭാഗത്ത് ഞാൻ 1 ഇഞ്ച് തയ്യൽ തുമ്പ് സ്ലീവിന് കൊടുക്കുന്നത്. കാരണം പിന്നെ നല്ല ടൈറ്റിൽ നിൽക്കണ്ട. ഇവിടെ എല്ലാം 1.25 ഇഞ്ച് തന്നെ ഞാൻ ആദ്യം എടുത്ത തയ്യൽ തുമ്പ് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുകയെന്ന്. ഇനി അങ്ങത്തോളം നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് അതുപോലെ തന്നെ 2 സൈഡിലും വരച്ചു കൊടുക്കണം കേട്ടോ. ഇങ്ങനെ അളന്ന് വരച്ചു കൊടുത്താലും മതി. ഇതുപോലെ ഇങ്ങനെ വേണമെങ്കിൽ ഹിപ്പിൻ്റെ ആടെ എത്തുമ്പോഴൊക്കെ ഇങ്ങനെ കുറച്ച് വേണമെങ്കിൽ കൊണ്ടുവന്നോ, 4 ഇഞ്ച് തയ്യൽ തുമ്പ് വരുന്ന രീതിയിൽ. ഇതായിപ്പം ഞാൻ കറക്റ്റ് താഴോട്ടേക്ക് 1 ഇഞ്ച് വരുന്ന രീതിയിൽ തയ്യൽ തുമ്പാക്കി ഇങ്ങനെ കൊടുക്കുക നിങ്ങൾ. എന്നിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. താഴെ ഭാഗമൊക്കെ കെട്ടിട്ടിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യും. സ്ലീവിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കെട്ടിട്ട് കൊടുക്കും. ഇതേപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇതാ ഒരു ഭാഗം നമ്മൾ ചെയ്തെടുത്ത്, അത്രയേ ഉള്ളൂ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പ്ലീറ്റ്സിന് കട്ട് ചെയ്ത് വെച്ച തുണി എടുത്തിട്ട് കുറച്ചും കൂടെ ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതാണ് നമ്മൾ ബാക്കി പ്ലീറ്റ്സിന് വേണ്ടിയിട്ടുള്ള തുണി. കണ്ടില്ലേ, ഇതിപ്പോൾ 2ആയി മടക്കിയിട്ടിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാ നോക്ക്, ഈ 2ആയി മടക്കിയിട്ടേനാ ഞാൻ ഇങ്ങനെ തന്നെ നല്ല രീതിക്ക് നല്ല ലെവലാക്കിയിട്ടൊന്ന് മടക്കിയിട്ട് ഒന്നും കൂടെ ഇങ്ങനെ മടക്കി കൊടുക്കും. ലെവലാക്കി വെച്ചിട്ട് ഇതാ ഒന്നും കൂടെ മടക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 4 പീസ് തുണി കിട്ടും. 4 എണ്ണം ജോയിൻ ചെയ്തിട്ട് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുകയെന്ന് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറേ പ്ലേറ്റ്സ് കിട്ടും കേട്ടോ. ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോയിന്ന്. നമുക്ക് ആദ്യം ഇതുവഴി ഇങ്ങനെ കട്ട് ചെയ്യും. ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത പീസിനെ ഓരോന്നായിട്ട് ഇങ്ങനെ നല്ല ഭാഗം മുട്ടിച്ച് വെച്ചിട്ട് 4 ഇഞ്ച് എടുത്തിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കും. ജോയിൻ ചെയ്ത് ഒറ്റ പീസായിട്ട് ഒറ്റ നീളത്തിലെടുത്തിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. എല്ലാം ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാൻ നമുക്ക് തുണിയുണ്ട്. അടുപ്പിച്ചടുപ്പിച്ച് പ്ലേറ്റ്സ് ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾ 1 ഇഞ്ച് വീതിയുള്ള പ്ലേറ്റ്സ് ഇട്ട് കൊടുത്താൽ നമുക്ക് എത്തും. ഈ ഒരു രീതിയിലാണ് തുണി ബാക്കി കിട്ടുന്നതെങ്കിൽ.
ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നതിൽ തുണി എത്തൂലേ അല്ലെങ്കിൽ ബാക്കിയാവോ എന്നുള്ള കൺഫ്യൂഷൻ വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ നീളത്തിലുള്ള ഈ ഒരു തുണീനെ നിങ്ങൾ രണ്ടായി മടക്കിയിട്ട് ഒരു മാർക്കിംഗ്, ആ നടുക്ക് ഒരു മാർക്കിംഗ് കൊടുക്കണം. അപ്പോൾ നമുക്ക് രണ്ട് പാർട്ടായിട്ട് നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ടോപ്പിൻ്റെ ഭാഗത്ത് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഉണ്ടല്ലേ. അപ്പോൾ ഫ്രണ്ട് പാർട്ടിൽ ഇങ്ങനെ നമ്മൾ ഈ ഒരു മാർക്കിംഗ് കൊടുത്തതിൻ്റെ പകുതി വരെ എന്തായാലും ഫ്രണ്ട് പാർട്ടിലേക്കുള്ളതാണ്, ബാക്കി ബാക്ക് പാർട്ടിലേക്കും നമുക്ക് എടുക്കാമെന്ന് മനസ്സിലാകുമല്ലോ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ രണ്ടായി മടക്കി മാർക്കിംഗ് കൊടുത്തിട്ട് അതിന് നിങ്ങൾ ഒന്നും കൂടെ മടക്കിയിട്ട് മാർക്കിംഗ് ഇട്ട് കൊടുക്കുക, നോൾച്ച് മാർക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ബോഡി പാർട്ടിൽ ജോയിൻ ചെയ്യുമ്പം ഈ മാർക്കുകൾ നോക്കിയിട്ട് അവിടെ വരെ ഇത്ര തുണിയിൽ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാമെന്ന് കിട്ടും. അങ്ങനെയാണ് ഞാനിവിടെ മാർക്കിംഗ് കൊടുക്കുന്നത്. ഞാൻ ചോക്ക് കൊണ്ട് എല്ലാ സൈഡിലും ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയ കുഞ്ഞ് കട്ടിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ എനിക്ക് ജോയിൻ ചെയ്യുന്ന ടൈമിൽ കൺഫ്യൂഷനൊന്നും വരില്ല, തുണി എത്തൂലെന്നൊന്നും വരില്ല. ഇതാണ് നമ്മളെ ബോഡി പാർട്ട്. ഇതാണ് ഈ ബോഡി പാർട്ട് ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. മറ്റേ സൈഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങണം. നമ്മളെ ബോഡി പാർട്ട് ഒന്നും കൂടെ ഇങ്ങനെ മടക്കിയിട്ട് ഈടെ ഒരു മാർക്കിംഗ് കൊടുത്താൽ നമുക്ക് ആ പ്ലീറ്റ്സിൻ്റെ തുണിയിലെയും ഈടത്തെയും മാർക്കിംഗ് നോക്കിയിട്ട് നമുക്ക് ജോയിൻറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാകും. ഇപ്പം ബാക്ക് പാർട്ട് ഫ്രണ്ട് പാർട്ടും സൈഡിലെ ആ ഒരു തയ്യൽ തുമ്പ് സ്റ്റിച്ച് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാകാം. അതിനെ നമുക്കിത് ഒന്നും കൂടെ മടക്കിയാൽ 1/4 ഇഞ്ച് പോലെ രീതിയിൽ നമുക്ക് മനസ്സിലാകും. നമ്മളെ പ്ലേറ്റ്സിൻ്റെ അതിൻ്റെ അകത്തും നമ്മൾ ഇതുപോലെ രണ്ടായി മടക്കി വീണ്ടും ഒന്നുകൂടെ മടക്കിയിട്ട് മാർക്കിംഗ് ഇട്ട് കൊടുത്തിന്. അപ്പോൾ ആ മാർക്കിങ്ങും ഈ നടുക്കത്തെ ഈ പോയിൻറ്റും തമ്മിൽ ചേരുന്ന രീതിയിൽ ആ ഒരളവിലെ പ്ലീറ്റ്സ് വരാൻ പാടുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളത് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവില്ല, ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൺഫ്യൂഷൻ ആവുന്നുണ്ടാവും. ഇതേപോലെ വെച്ച് നല്ല ഭാഗത്ത് ഇതേപോലെ തുണി ഇങ്ങനെ വെക്കുക, ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്താൽ ഇതേപോലെ വരും. ഇങ്ങനെ മറിച്ചിടും, കണ്ടില്ലേ നിങ്ങൾ? ഈ ഒരു രീതിയിൽ ഞാൻ പ്ലീറ്റ്സ് ഇട്ടിട്ട് കാണിക്കാനാണ് പോകുന്നത്. ഞാൻ ഇങ്ങനെ പ്ലേറ്റ്സുകൾ കൊടുത്തിങ്ങനെ പോയി അവസാനം ഈ ആദ്യത്തെ മാർക്കിങ് ഈ മാർക്കിങ്ങിൻ്റെ ഇടയ്ക്ക് എത്തുമ്പം ഈ മാർക്കിങ്ങും ഞാൻ ആ ബോഡി പാർട്ടിൽ ചോക്കുകൊണ്ട് മാർക്കിങ്ങും തമ്മിൽ ഇങ്ങനെ ചേരണം. ആ മാർക്കിങ്ങിൻ്റെ ഇടയ്ക്കാണ് ഈ മാർക്കിംഗ് വന്ന് നിൽക്കേണ്ടത്. ആ ഒരളവിലേ നമുക്ക് ഈ ടോപ്പിൻ്റെ ഫ്രണ്ട് പാർട്ടിൽ പകുതി വരെ ഈ ഒരു അളവിലേ ഉള്ളൂ. ബാക്കി മാർക്കിംഗ് നോക്കിയിട്ട് ബാക്കിയും ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ തുണി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നുണ്ട്. ഒരു 1 ഇഞ്ച് അളവിൽ ആദ്യം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോയിട്ട് നിങ്ങൾ പ്ലേറ്റ്സ് ഇട്ട് തുടങ്ങിയാൽ മതി. കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സ് അല്ല ഇട്ട് കൊടുക്കുന്നത്, കുറച്ച് വലിയ വലിയ പ്ലേറ്റ്സ് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഇട്ട് കൊടുക്കാൻ മാത്രം നമുക്ക് തുണി എത്തും. അപ്പോൾ ഞാൻ ആദ്യത്തെ ആ ഒരു പോയിൻ്റ് തമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും അളവിലുള്ള തുണിയേ നമുക്ക് ഉള്ളൂ. ഈ ഒരു അളവിലെ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കേണ്ടത്. ബാക്കി പ്ലേറ്റ്സ് അപ്പുറത്തെ പാർട്ടിലേക്ക് വരേണ്ടത്. ഇങ്ങനെ പാർട്ട് മാർക്ക് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് തെറ്റ് വരില്ല. നോക്കിക്കോ ഇനി. ഞാനിതാ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ സ്റ്റിച്ച് ചെയ്ത് ആ ഒരളവിൽ പ്ലേറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതി കട്ട് ചെയ്തവർക്ക് എത്തും കേട്ടോ. നമ്മളെ സൈഡ് കൂടെ ഇനി ജോയിൻ ചെയ്തെടുക്കാം. ഇനി ഇപ്പോഴത്തെ സൈഡ് അതേ അളവിൽ വരച്ചിട്ട് തയ്യൽ തുമ്പ് വരച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഞാൻ കാണിക്കാം. ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഹുക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. അതെല്ലാം നിങ്ങൾ വെച്ച് കൊടുക്കണേ, അതൊന്നും വീഡിയോൻ്റെ അകത്തില്ല. ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനൊരു ലേസും വെച്ച് കൊടുക്കും. ആ ഒരു മുകളിൽ ബട്ടൺസ് ഇങ്ങനെ പുറമേ ഷോ ബട്ടൺ കൂടെ ഞാൻ വെച്ച് കൊടുക്കും. താഴെ ഭാഗം മടക്കി അടിക്കണേ നിങ്ങൾ, ഞാനത് പറയാൻ വിട്ടുപോയി. അത് ലാസ്റ്റ് മടക്കി അടിച്ചാലും മതി. ഇനി ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇതിനെ ഒന്ന് മാറ്റിയെടുത്തിട്ട് നോക്കിയേ എന്ത് ഭംഗിയുണ്ട് നോക്കിയാട്ടെ. പഫ് സ്ലീവ്, നെക്കിലെ ലേസൊക്കെ വെച്ച് കൊടുത്ത് ബ്ലാക്ക് ബട്ടൺ ഷോ ബട്ടൺ വെച്ച് കൊടുത്ത് ഹുക്കെല്ലാം ചെയ്തിട്ടിട്ടുണ്ട്. നെക്ക് ഹെമ്മിങ് കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി തയ്യൽ തുമ്പിൻ്റെ അവിടെയൊക്കെ എന്തുണ്ട് നോക്കിയാട്ടെ. ഈ ഒരു ഡ്രസ്സ് എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതാണ്. ഒന്നും കൂടി ഉണ്ട്, അതും ഞാൻ കാണിച്ചു തരാം. ഇതിന് 250 രൂപയാണ് റേറ്റ് വാങ്ങുന്നത് കേട്ടോ. മെറ്റീരിയൽസ് എല്ലാം എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. മറ്റേതും കൂടെ കാണിച്ചു തരാം. ഈ ഡ്രസ്സ് എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ആൾക്കാർ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു സബ്സ്ക്രൈബർ എൻ്റെ അടുത്ത് ഈ ഡ്രസ്സ് ചെയ്യുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഡ്രസ്സ് ചെയ്തത് തന്നെ. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ താങ്ക്സ് പറയുന്നത്. അതുകൊണ്ടാണല്ലോ എനിക്കിങ്ങനെ ഓർഡർ കിട്ടിയത്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്റ്റിച്ചിങ് അറിയുന്നവർ എന്തായാലും ചെയ്ത് നോക്കിക്കോ. അടിപൊളി ഡ്രസ്സാണ്. നമുക്ക് എന്നാൽ അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. നേരം കിട്ടുന്ന പോലെ ക്ലാസ് തരാം. ബൈ.